നമസ്കാരം. അനീഷ് ഷെരീഫ് ഉദിനൂർ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജലി. കേരളത്തിലെ വനിതകളുടെ ജീവിതത്തിലും വായനാശീലങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തിയ പ്രസിദ്ധീകരണമാണ് മലയാള മനോരമ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വനിതാ മാസിക. 1975 അന്താരാഷ്ട്ര വനിതാ വർഷത്തിലാണ് വനിത ഒരു പ്രതിമാസ പ്രസിദ്ധീകരണമായി കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. സ്ത്രീ സമൂഹത്തിന് മാത്രമായി ഒരു പ്രത്യേക ലോകം തുറന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിത തുടങ്ങിയത്. മലയാള മനോരമയുടെ സ്ഥാപകരിലൊരാളായ KM മാത്യുവിന്റെ ഭാര്യ അന്നമ്മ മാത്യുവാണ് വനിത മാസികയുടെ സ്ഥാപക. സാമൂഹിക സേവനം, പാചകം, പത്രപ്രവർത്തനം, സാഹിത്യം എന്നീ രംഗങ്ങളിൽ സ്വന്തം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അന്നമ്മ മാത്യു. പാചകത്തിൽ ലോകമെമ്പാടുമുള്ള അറിവുകളുണ്ടായിരുന്ന അവർ പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കാനും കുടുംബമൂല്യങ്ങൾ വളർത്താനും സ്ത്രീകളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും വനിതയെ ഉപയോഗിച്ചു. തുടക്കത്തിൽ പ്രതിമാസമായി പുറത്തിറങ്ങിയിരുന്ന വനിത 1987 ദ്വൈവാരികയായി മാറി. അതായത് 2 ആഴ്ചയിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന മാസികയായി. ഇതോടെ വനിതയുടെ പ്രചാരം വർദ്ധിക്കുകയും ഇന്ത്യയിൽ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെടുന്ന വനിതാ മാസികയായി മാറുകയും ചെയ്തു. 1997 വനിതയുടെ ഹിന്ദി പതിപ്പും പുറത്തിറങ്ങി. തുടക്കം മുതൽ തന്നെ സ്ത്രീകളെ ഉന്നമിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വനിത പ്രാധാന്യം നൽകി. ഫാഷൻ, സൗന്ദര്യം, ആരോഗ്യം, പാചകക്കുറിപ്പുകൾ, രക്ഷാകർതൃത്വം, കുടുംബം, സിനിമ, കായികം, ഫിറ്റ്നസ് തുടങ്ങി സ്ത്രീകൾക്ക് താൽപ്പര്യമുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ലേഖനങ്ങൾ മാസികയിൽ ഉൾപ്പെടുത്തി. സ്ത്രീകളുടെ ജീവിതത്തിലെ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ശക്തമായ ചർച്ചകൾക്ക് വനിത വേദിയായി. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ വനിത പ്രത്യേക പതിപ്പുകൾ പുറത്തിറക്കാറുണ്ട്. 2000ന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം പ്രചാരമുള്ള ദ്വൈവാരികയായി വനിത മാറി. ഏകദേശം 5 പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ വായനാശീലത്തിന്റെ ഭാഗമായി തുടരുന്ന വനിത ഇന്നും കേരളത്തിലെ വീടുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസിദ്ധീകരണമായി നിലനിൽക്കുന്നു. മലയാള മനോരമ പബ്ലിക്കേഷൻസിന്റെ കീഴിൽ കോട്ടയത്ത് നിന്നാണ് വനിത പ്രസിദ്ധീകരിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി എല്ലാവരും അനീഷ് ഷെരീഫ് ഉദിനൂർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.